So the first question, what is the reverberation time defined as? So reverberation time definition ആണ് ചോദിച്ചത്. നമുക്കൊരു ഒറിജിനൽ വാല്യൂവിൻ്റെ 1 ബില്യൺത്ത് അല്ലേ 10 raised to -6 10 raised to -6 ആയിട്ട് ഇത് 10 raised to -6 ആണ് 10 raised to -6 ടൈംസ് ആവുന്നതാണ് ചോദിച്ചിട്ടുള്ളത് 1 ബില്യൺ അല്ല 1 മില്യൺ ആണ് ഓക്കെ So time for sound intensity to reduce to 10 raised to -6 of its original value. So option C ആണ് നമ്മുടെ right answer. Next question, according to Sabine's formula, reverberation time is directly proportional to Sabine's formula എന്താണ് T equal to 0.163 into volume divided by absorption. ഇപ്പോൾ ഇതിൽ നിന്ന് എന്ത് പറയാം T proportional to V, directly proportional to V. അപ്പം volume of hole ആണ് അല്ലേ അടുത്തൊരു assertion recent type question ആണ് assertion തന്നിട്ടുള്ളത് reverberation time increases as the volume of hole increases നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞല്ലോ reverberation time directly proportional to volume ആണ് അപ്പോൾ വോളിയം കൂടുമ്പോൾ reverberation time കൂടും so this is correct എന്തുകൊണ്ടാണ് കൂടുന്നത് larger volumes require more time for sound reflections to attenuate അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് വലിയ വോളിയം ഇപ്പോൾ റൂമിൻ്റെ വോളിയം കൂടുവാണെങ്കിൽ അതനുസരിച്ച് സൗണ്ട് റിഫ്ലക്ഷൻസ് ഒരുപാടുണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ഡൈ ഔട്ട് ചെയ്യാനും ഒരുപാട് സമയം എടുക്കും അതുകൊണ്ടാണ് റിവർബറേഷൻ ടൈം കൂടുന്നത് ഓക്കെ ലാർജർ റിഫ്ലക്ഷൻസ് ഉണ്ടാവും സോ അത് ഡൈ ഔട്ട് ചെയ്യാൻ കൂടുതൽ ടൈം എടുക്കും സോ അതിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് ആൻഡ് ഇറ്റ് ഈസ് എക്സാക്ട് എക്സ്പ്ലനേഷൻ ഫോർ ദി അസേർഷൻ സോ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആർ എന്താണ് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ A lecture hall has requires a reverberation time of 0.5 to 1 second for good acoustics. അല്ലേ നമ്മൾ reverberation time പലയിടത്തും പഠിച്ചു ലെക്ചർ ഹാളിന് 0.5 to 1 seconds കോൺഫറൻസ് ഹാൾ ആണെങ്കിൽ 1 തൊട്ട് 1.5 വരെ വരാമെന്നൊക്കെ പറഞ്ഞു അല്ലേ അപ്പോൾ ഇത് കറക്റ്റാണ് ദിസ് ഇസ് ദ ഒപ്റ്റിമൽ സ്റ്റേജ് ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലോ ആയിട്ടുള്ള ഒരു റിവർബറേഷൻ ടൈം വയ്ക്കുന്നത് ലോവർ റിവർബറേഷൻ ടൈംസ് ഇംപ്രൂവ് ക്ലാരിറ്റി ഇൻ സ്പീച്ച് ഡോമിനേറ്റഡ് സ്പേസസ് ലെക്ചർ ഹാൾ കോൺഫറൻസ് ഹാൾ പോലെ സ്പീച്ചിന് ഡോമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ റിവർബറേഷൻ ടൈം എപ്പോഴും കുറവായിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ 0.5 to 1 seconds റിവർബറേഷൻ ടൈം വയ്ക്കുന്നത് സോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റുമാണ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ സോ ഓപ്ഷൻ എ ഇനി ഒരു ന്യൂമറിക്കലാണ് സിനിമ ഹാൾ ഹാസ് എ വോള്യൂം ഓഫ് 2000 മീറ്റർ ക്യൂബ് ഓക്കെ ഡേറ്റ എഴുതുവാണ് വോള്യൂം ഈക്വൽ ടു 2000 മീറ്റർ ക്യൂബ് ടോട്ടൽ അബ്സോർപ്ഷൻ ക്യാപിറ്റൽ എ 50 സബൈൻ എന്ന് തന്നിട്ടുണ്ട് ദെൻ ടി ഈക്വൽ ടു റിവർബറേഷൻ ടൈമാണ് ചോദിച്ചിട്ടുള്ളത് 0.163 വി ഡിവൈഡഡ് ബൈ എ which is 0.163 into 2000 divided by 50. അപ്പോൾ ഇവിടെ സീറോസ് ക്യാൻസൽ ആയി പോകും 5 200 40 ടൈംസ് ആണ് വെൻ യു മൾട്ടിപ്ലൈ 0.163 ആൻഡ് 40 യു വിൽ ഗെറ്റ് 6.52 seconds. സോ ദി റിവർബറേഷൻ ടൈം എന്ന് 6 സെക്കൻഡോളം ആ വീട്ടിൽ ആ ഒരു സിനിമ ഹാളിൽ എന്ത് ചെയ്യുന്നുണ്ട് സൗണ്ട് പേഴ്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സോ ഇവിടെ ഓപ്ഷനിൽ നമ്മുടെ കറക്റ്റ് ആൻസർ ഇല്ല ബട്ട് യു ഹാവ് ടു നോട്ട് ദി ആൻസർ ഈസ് 6.52 seconds. Next question, church ഏറ്റവും suitable ആയിട്ടുള്ള reverberation time ആണ് ചോദിച്ചിട്ടുള്ളത് മോസ്റ്റ് suitable reverberation time for a church is നമുക്കറിയാം ചർച്ചിൻ്റെ reverberation time കൂടുതലാണ് which is 1.8 to 3 seconds ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ 0.5 to 1 വരുന്നത് ലെക്ചർ ഹാളിനാണ് പിന്നെ 1.5 to 2 ആക്ച്വലി 1.3 ആണ് നമ്മുടെ തിയേറ്റേഴ്സിന് വരുന്നത് അല്ലേ തിയേറ്റർ മ്യൂസിക് റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്താണ് മ്യൂസിക് റെക്കോർഡിംഗ് ഹാൾസോ സ്റ്റുഡിയോസോ അവിടെയാണ് 1.5 to 2 വരെയൊക്കെ പോകുന്നത് സോ വി ഹാവ് ദിസ് വൺ ടേബിൾ ഹിയർ വേർ ടേബിളിൽ കുറച്ച് പോയിന്റേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സോ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് Next question, an increase in the absorption coefficient of wall in a room will increase the reverberation time, decrease the reverberation time, have no effect on reverberation time, double the sound intensity. അപ്പോൾ ഒരു റൂമിൽ ചുമരുകളുടെ അബ്സോർപ്ഷൻ കോയിഫിഷ്യൻ ഇൻക്രീസ് ചെയ്യുവാണ് ദാറ്റ് ഈസ് ആൽഫ നമ്മൾ ഇൻക്രീസ് ചെയ്യുവാണ് എങ്കിൽ റിവർബറേഷൻ ടൈമിന് എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത് റിവർബറേഷൻ ടൈം ഈസ് ഈക്വൽ ടു 0.163 ഇ ഡിവൈഡഡ് ബൈ എ ഇതിൽ 0.163 v divided by a is alpha into s അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് t is inversely proportional to alpha എന്ന് പറയാം അതായത് അബ്സോർപ്ഷൻ കൂടിക്കഴിഞ്ഞാൽ സൗണ്ട് എന്ത് ചെയ്യും റിഫ്ലക്ഷൻസ് കുറയും അല്ലേ അപ്പോൾ അബ്സോർപ്ഷൻ കോയിഫിഷ്യൻറ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും കൂടുതൽ സൗണ്ട് അബ്സോർബ് ആവുകയും റിഫ്ലക്ഷൻസ് നടക്കാതെ അവിടെ എന്ത് ചെയ്യില്ല സൗണ്ട് പെട്ടെന്ന് തന്നെ ഡൈ ഔട്ട് ആവും അതായത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും സൗണ്ട് നമുക്ക് ഓഡിബിൾ റേഞ്ചിൽ നിന്ന് അത് കടന്നു പോകും സോ റിവർബറേഷൻ ടൈം ഭയങ്കര ചെറുതായിട്ട് അവിടെ വരും വിച്ച് മീൻസ് ആൽഫ ഇൻക്രീസ് ചെയ്യുമ്പോൾ ടി വിൽ ബി ഡിക്രീസ്ഡ് എനിവേ നമുക്കത് ഈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ളത് പറയുമ്പോൾ അറിയും ഒരെണ്ണം കൂടുമ്പോൾ മറ്റത് കുറയും സോ അബ്സോർപ്ഷൻ കോയിഫിഷ്യൻറ്റ് കൂടുമ്പോൾ റിവർബറേഷൻ ടൈം കുറയും വിച്ച് ഇസ് ഓപ്ഷൻ
ബി. വീണ്ടും ഒരു ന്യൂമറിക്കലാണ്. ഒരു കോൺഫറൻസ് ഹാളിന്റെ വോള്യൂം, പിന്നെ അവിടെയുള്ള കുറച്ച് മെറ്റീരിയൽസിന്റെ അബ്സോർപ്ഷൻ കോയിഫിഷ്യന്റും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദ റിവർബറേഷൻ ടൈം. സോ റിവർബറേഷൻ ടൈം എങ്ങനെ കണ്ടുപിടിക്കും? 0.163 വി ഡിവൈഡഡ് ബൈ എ. ഇതിൽ വി തന്നിട്ടുണ്ട് ഇവിടെ 1000 മീറ്റർ ക്യൂബ്. ഓക്കെ, ഇനി എ കണ്ടുപിടിക്കണം. എ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ ഇൻറ്റു എസ്. ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ സിഗ്മ ആൽഫ ഇൻറ്റു എസ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 3 മെറ്റീരിയൽസ് ആണ്. വാൾസും സീലിങ്ങും ഫ്ലോറിൻ്റെയും അബ്സോർപ്ഷൻ കോയിഫിഷ്യൻ്റ് ഏരിയ തന്നിട്ടുണ്ട്. സോ ഓരോന്നിൻ്റെ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 0.4 ഇൻറ്റു ആദ്യം വാൾസിൻ്റെത് 0.4 ഇൻറ്റു 200 മീറ്റർ സ്ക്വയർ പ്ലസ് സീലിങ്ങിൻ്റെത് 0.5 ഇൻറ്റു 100 പ്ലസ് ഫ്ലോറിൻ്റെത് 0.6 ഇൻറ്റു 100. ഇത് എങ്ങനെ വരും? 0.4 ഇൻറ്റു 200 ഈസ് 80 പ്ലസ് 0.5 ഇൻറ്റു 100 ഈസ് 50 പ്ലസ് 0.6 ഇൻറ്റു 100 ഈസ് 60. ഇത് ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കും 80 പ്ലസ് 50 പ്ലസ് 60 ഈസ് 190 സബൈൻ. സോ ദ ആൻസർ ഈസ് 190 സബൈൻസ്. ഓക്കെ, ഇനി നമുക്ക് പക്ഷെ കണ്ടുപിടിക്കേണ്ടത് ഇതാണോ? അല്ല, ടി ആണ് അല്ലേ. ടി ഈസ് ഈക്വൽ ടു 0.163 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 190. സോ ഇത് ഫൈനലി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എൻ ആൻസർ ഓൺ 0.857 എന്ന് കിട്ടും. 0.857 seconds. Okay, this is the answer. Next question. Reverberation time is measured in. Time എപ്പോഴും നമ്മൾ എന്തെല്ലാം മെഷർ ചെയ്യുന്നത്? സെക്കൻഡ്സിലാണ്. സോ reverberation time ആണെങ്കിൽ we measure it in seconds. Next assertion reason question. Increasing the surface area of sound absorbing materials in a hole reduces reverberation time. അല്ലേ, നമുക്കൊന്ന് ലോജിക്കലായിട്ട് ആലോചിച്ച് നോക്കിയാൽ ഒരു റൂമിൽ നമ്മൾ കുറേ സൗണ്ട് അബ്സോർബിങ് മെറ്റീരിയൽസ് എത്രത്തോളം ഉണ്ടായിരുന്നു അതിൻ്റെ സർഫസ് ഏരിയ നമ്മൾ കൂട്ടി, അതായത് സൗണ്ട് അബ്സോർബിങ് മെറ്റീരിയൽസിൻ്റെ ഏരിയ കൂട്ടി. അപ്പോൾ എന്താ സംഭവിക്കുക? സൗണ്ട് അബ്സോർപ്ഷൻ കൂടും. അപ്പോൾ സൗണ്ട് അബ്സോർപ്ഷൻ കൂടുമ്പോൾ പെട്ടെന്ന് തന്നെ സൗണ്ട് എന്ത് ചെയ്യും? ഡൈ ഔട്ട് ചെയ്യും. പെർസിസ്റ്റൻസ് ഇല്ല സൗണ്ടിന് അവിടെ. അങ്ങനെ വരുമ്പോൾ റിവർബറേഷൻ ടൈം കുറയും അല്ലേ. സോ ദിസ് പോയിന്റ് ഇസ് കറക്റ്റ്. ഇനി റീസൺ എന്താ പറഞ്ഞിട്ടുള്ളത്? ലാർജ് സർഫസ് ഏരിയസ് പ്രൊവൈഡ് ഗ്രേറ്റർ അബ്സോർപ്ഷൻ അല്ലേ. നമ്മൾ പറഞ്ഞു സർഫസ് ഏരിയ കൂടുന്തോറും അബ്സോർപ്ഷൻ കൂടും, അപ്പോൾ സൗണ്ട് റിഫ്ലക്ഷൻസ് കുറയും. അതുകൊണ്ടാണ് റിവർബറേഷൻ ടൈം പറയുന്നത്. സോ ദ എക്സ്പ്ലനേഷൻ ഈസ് ഓൾസോ കറക്റ്റ്. അപ്പോൾ നമുക്ക് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓപ്ഷൻ എ. അടുത്തത് മ്യൂസിക് റെക്കോർഡിംഗ് ഹാളിൻ്റെ ഐഡിയൽ റിവർബറേഷൻ ടൈം നമുക്കറിയാം 1.5 to 2 seconds ആണ് മ്യൂസിക് റെക്കോർഡിംഗ് ഹാളിൻ്റെ. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഡസ് നോട്ട് ഡയറക്ട്ലി എഫക്ട് ദ റിവർബറേഷൻ ടൈം ഓഫ് ഹോൾ? നമുക്കറിയാം റിവർബറേഷൻ ടൈമിനെ എഫക്ട് ചെയ്യുന്നത് വിയും അബ്സോർപ്ഷനുമാണ്. അപ്പം വോള്യൂം ഓഫ് ദ ഹോൾ ഉണ്ട്, അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് ഉണ്ട്, സർഫസ് ഏരിയ ഉണ്ട്, ആൽഫയും എസ്സും ആണ്. നമുക്കറിയാം എ ഇസ് ഈക്വൽ ടു ആൽഫ എസ്. സോ ഈ രണ്ട് ഫാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ അവിടെ ഓർഡർ ആയിട്ട് വരുന്നത് ടെമ്പറേച്ചർ ഓഫ് എയർ ആണ്. അത് ഡയറക്റ്റ്ലി എഫക്ട് ചെയ്യില്ല. ടെമ്പറേച്ചർ ഓഫ് എയർ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല? റിവർബറേഷൻ ടൈമിനെ ബാധിക്കത്തില്ല. സോ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഒരു ന്യൂമറിക്കലാണ്. ഒരു അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് 0.2, സർഫസ് ഏരിയ 250 ആണെങ്കിൽ ടോട്ടൽ അബ്സോർപ്ഷൻ എത്ര? Absorption is equal to alpha into S, which is 0.2 into 250, which is equal to നിങ്ങൾക്ക് ചെയ്യുമ്പോൾ 50 സെബൈൻ എന്ന് വരും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാർപ്പറ്റഡ് ഫ്ലോർസ് റെഡ്യൂസ് റിവർബറേഷൻ ടൈം ഓഫ് എ റൂം. ഒരു റൂമിൽ നമ്മൾ കാർപ്പറ്റ്സ് കൂട്ടി കഴിഞ്ഞാൽ, കാർപ്പറ്റഡ് ആയിട്ടുള്ള ഫ്ലോർസ് കൂടുതലാണെങ്കിൽ റിവർബറേഷൻ ടൈം കുറവായിരിക്കും അല്ലേ. അത് കറക്റ്റാണ്. കാരണം എന്തുകൊണ്ടാണ്? കൂടുതൽ അബ്സോർപ്ഷൻ നടക്കും, സൗണ്ട് റിഫ്ലക്ഷൻസ് കുറവാണ്, അപ്പോൾ സൗണ്ട് ഒരുപാട് സമയത്തേക്ക് പെർസിസ്റ്റ് ചെയ്യത്തില്ല. സോ റിവർബറേഷൻ ടൈം കുറവാണ്. സോ ഇറ്റ് ഈസ് കറക്റ്റ്. അതെന്തുകൊണ്ടാണ്? ഹൈ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് ഉള്ളത്. നമുക്കറിയാം അബ്സോർപ്ഷൻ കോഎഫിഷ്യൻസ് നമ്മൾ പഠിച്ചപ്പോൾ അത്യാവശ്യം നല്ല ഒരു 40%ഓളം അബ്സോർബ് ചെയ്യുന്നതാണ് കാർപ്പറ്റ്സ് അല്ലേ. അപ്പോൾ കാർപ്പറ്റ്സിന് ഹൈ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് ഉള്ളതിന് കമ്പയർഡ് ടു ഹാർഡ് ഫ്ലോർ, സാധാരണയുള്ള ഫ്ലോറിനെക്കാളും എന്താണ് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് കൂടുതലാണ് കാർപ്പറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അബ്സോർബ് ചെയ്യുക, റിവർബറേഷൻ ടൈം കുറയ്ക്കുകയും ചെയ്യും. സോ ഇതും കറക്റ്റാണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഇറ്റ് ഈസ് ഓൾസോ ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. സോ ബോത്ത് എ ആൻഡ് ആർ ആർ ടു. ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. നെക്സ്റ്റ് വൺ. ഫോർ ഒപ്റ്റിമൽ അക്കൗസ്റ്റിക്സ് ഇൻ എ തിയേറ്റർ ദ റിവർബറേഷൻ ടൈം ഷുഡ്. ഇപ്പോൾ ഒരു തിയേറ്ററിൽ റിവർബറേഷൻ ടൈം ഒപ്റ്റിമലായിട്ട് വരണമെങ്കിൽ എത്രയായിരിക്കും? ലോ അല്ല, ഹൈ അല്ല, ഡിപ്പെൻഡിങ് ഓൺ ദ ഓഡിയൻസ് സൈസ് അല്ല. കാരണം നമുക്ക് ഓരോ സമയവും ഓഡിയൻസ് സൈസ് മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ കുറച്ച് ആൾക്കാർ കാണും, ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ കാണും. വി കാൺ പ്രെഡിക്ട് ദാറ്റ്. അപ്പോൾ അതും പറയാൻ പറ്റില്ല. ബട്ട് തിയേറ്ററിൻ്റെ പർപ്പസിനനുസരിച്ച് ഒരു ബാലൻസ്ഡ് വാല്യൂ, അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതും അഗൈൻ റിവർബറേഷൻ ടൈമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ടി ഈസ് ഈക്വൽ ടു 0.163 ബി ഡിവൈഡഡ് ബൈ എ.
ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? എ റൂം ഹാസ് എ വോള്യൂം ഓഫ് 500 മീറ്റർ ക്യൂബ്. വോള്യൂം തന്നിട്ടുണ്ട് റൂമിൻ്റെ, ആൻഡ് ആൻ അബ്സോർപ്ഷൻ ഓഫ് 100 സബൈൻ. എയും തന്നിട്ടുണ്ട്, റിവർബ്രേഷൻ ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. വി കൻ കാൽക്കുലേറ്റ് 0.163 ഇൻറ്റു വി 500 ആണ് ഡിവൈഡഡ് ബൈ 100, വിച്ച് ഈസ് 100 പൂജ്യം സീറോസ് ക്യാൻസൽ ആയി പോകും. 0.163 ഇൻറ്റു 5, ഇത് അപ്രോക്സിമേറ്റ്ലി 0.815 ആണ്. വി ക്യാൻ സേ 0.82 സെക്കൻഡ്സ് ആണ് ഓൾമോസ്റ്റ് അല്ലേ. ഓപ്ഷൻ എ കറക്റ്റായിട്ട് പറയാം. വിച്ച് മെറ്റീരിയൽ വുഡ് പ്രൊവൈഡ് ദ ഹയസ്റ്റ് അബ്സോർപ്ഷൻ? ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ തരുന്നത് ഏതാണ്? നമുക്കറിയാം 100% അബ്സോർപ്ഷൻ തരുന്ന ഏതാണ്? ഓപ്പൺ വിൻഡോ ആണ് അല്ലേ, ഓപ്പൺ വിൻഡോ. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. What happens to the reverberation time if the volume of a room is doubled but the total absorption remains constant? ഇപ്പോൾ റിവർബ്രേഷൻ ടൈമിന് എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ റൂമിൻ്റെ വോള്യൂം ഡബിൾ ആണ്. ഇപ്പോൾ 0.163 വി ഡിവൈഡഡ് ബൈ എ എന്നാണ് പറയുന്നത്. ഇവിടെ വി എന്ന് പറയുന്നത് 2 ടൈംസ് ആണ്, ഡബിൾ ആകുവാണ്. സോ ടി ഈസ് ഈക്വൽ ടു ടി ഡാഷ് എന്ന് എഴുതാം, 0.163 ഇൻറ്റു 2v. ടോട്ടൽ അബ്സോർപ്ഷൻ സെയിം ആണ്, എ സെയിം ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. സോ വാട്ട് ഹാപ്പൻസ് ടു ദി റിവർബ്രേഷൻ ടൈം? എന്താ വ്യത്യാസം വന്നത്? ഇതിൽ 0.163 വി ബൈ എക്ക് നമുക്ക് ടി എന്ന് തന്നെ നോക്കാം. സോ ടി ഡാഷ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ഒരു 2ഉം കൂടെ ഉണ്ട്. സോ വാട്ട് ഹാപ്പൻ? പുതിയ റിവർബ്രേഷൻ ടൈം എന്ന് പറയുന്നത് ട്വൈസ് ഓഫ് ദി ഓൾഡ് റിവർബ്രേഷൻ ടൈം. സോ ഓപ്ഷൻ എ ഇൻക്രീസസ് ബൈ 2 ടൈംസ് എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. വാട്ട് ഇഫക്റ്റ് ഡസ് ആഡിങ് തിക്ക് കേർട്ടൻസ് ടു എ റൂം ഹാവ് ഓൺ ഇറ്റ്സ് അക്കോസ്റ്റിക്സ്? നമ്മളൊരു റൂമിൽ തിക്ക് കേർട്ടൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അക്കോസ്റ്റിക്സിനെ ബാധിക്കുന്നത്? നമുക്കറിയാം തിക്ക് കേർട്ടൻസ് എന്ന് പറയുന്നത് നല്ല അബ്സോർബേഴ്സ് ആണ്, സൗണ്ട് ഒരുപാട് അബ്സോർബ് ചെയ്യും, റിവർബറേഷൻ ടൈം കുറയ്ക്കും. സോ ഡിക്രീസസ് റിവർബറേഷൻ ടൈം. ഇനി ഇൻ എ സ്മോൾ കോൺഫറൻസ് റൂം ദ റിവർബറേഷൻ ടൈം ഈസ് ഫൗണ്ട് ടു ബി ടു ലോങ്. ഒരു ചെറിയ കോൺഫറൻസ് റൂമിൽ റിവർബറേഷൻ ടൈം എന്താണ്? ഭയങ്കര വലിയ വാല്യൂ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ ടു ഇംപ്രൂവ് ക്ലാരിറ്റി? ക്ലാരിറ്റി കൂട്ടാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാതെ തന്നെ നമുക്ക് പറയാം ഏറ്റവും ബെസ്റ്റ് സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽസ് ആഡ് ചെയ്യുന്നതാണ്. ബട്ട് ലെറ്റ്സ് എക്സ്പ്ലോർ ഓൾ ദി ഓപ്ഷൻസ്. ഇവിടെ ഇൻക്രീസ് ദ റൂം വോളിയം. ആക്ച്വലി നമുക്കത് കൺഫ്യൂസിംഗ് ആണ്. ടി ഈസ് ഈക്വൽ ടു 0.163 വി ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നുണ്ട്. ഇതിൽ വിൻ്റെ വാല്യൂ ഉണ്ട്, വിച്ച് ഇസ് ടി പ്രൊപ്പോർഷണൽ ടു വി. അപ്പോൾ റിവർബറേഷൻ ടൈം കൂടുതലാണ്, അതിനെ ബെറ്റർ ആക്കണമെങ്കിൽ നമുക്കിവിടെ വോളിയം ഒരു ഫാക്ടർ ആണെന്നുള്ള പറയും. പക്ഷേ ഈസ് ഇറ്റ് പ്രാക്ടിക്കൽ? അല്ല. നമുക്കൊരു റൂമിനെ കട്ട് ചെയ്ത് വോളിയം കുറയ്ക്കുക അല്ലെങ്കിൽ വോളിയം കൂട്ടുക, ഇറ്റ് ഈസ് നോട്ട് എ പോസിബിൾ ഓപ്ഷൻ. ഓക്കെ, സോ അത് ഒരിക്കലും നമ്മളൊരു ഫാക്ടർ അല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? റിഫ്ലക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. റിഫ്ലക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്താൽ റിഫ്ലക്ഷൻസ് കൂടി റിവർബറേഷൻ ടൈം കൂടും. സോ ഇറ്റ് ഈസ് ഓൾസോ നോട്ട് എൻ ഓപ്ഷൻ. പിന്നെയുള്ളത് ആഡ് സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽസിൽ കാർപ്പറ്റ്സ് ആൻഡ് കർട്ടൻസ്. ഇപ്പോൾ കാർപ്പറ്റ്സും കേർട്ടൻസും നമ്മൾ ആഡ് ചെയ്ത് അബ്സോർപ്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ റിവർബറേഷൻ ടൈം താൻ എന്ത് ചെയ്യും? ബെറ്റർ ആയിക്കോളും അല്ലേ. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ റെഡ്യൂസ് ദ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്. അത് ഇപ്പോൾ നമ്മളൊരു കോൺഫറൻസ് ഹാൾ ഉണ്ടാക്കിയിട്ടിട്ട് വി കാൺ ടെൽ ദാറ്റ് ഇത്ര ആൾക്കാരെ കയറാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഇസ് നോട്ട് ഓൾസോ എ പ്രാക്ടിക്കൽ ഓപ്ഷൻ. സോ വി ക്യാൻ സേ ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സി ആണ് നമ്മുടെ ബെസ്റ്റ് മെത്തഡോളജി എന്ന് പറയുന്നത്. So next, the last question for reverberation is, a higher absorption coefficient in a room decreases the reverberation time. ഒരു അബ്സോർപ്ഷൻ കോയിഫിഷ്യൻ്റ് കൂടുതലാണെങ്കിൽ റിവർബറേഷൻ ടൈം കുറയും. ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലേ, ഇത് കറക്റ്റാണ്. ഇപ്പോൾ നമ്മൾ അബ്സോർപ്ഷൻ കോയിഫിഷ്യൻ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആ റൂമിൽ സൗണ്ടിൻ്റെ അബ്സോർപ്ഷൻ കൂടും. അപ്പോൾ അവിടെ റിഫ്ലക്ഷന് ചെയ്യാൻ വേണ്ടിയിട്ട് സൗണ്ട് വേവ്സ് അവിടെ ബാക്കിയുണ്ടോ? ഇല്ല, അബ്സോർബായി പോയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റിവർബറേഷൻ ടൈം കുറവാണ്. സോ ഹയർ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് റൂമിലുണ്ടെങ്കിൽ അതിൻ്റെ റിവർബറേഷൻ ടൈം സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. ബിക്കോസ് ഹയർ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻസ് റിസൾട്ട് ഇൻ റെഡ്യൂസ്ഡ് സൗണ്ട് എനർജി റിഫ്ലക്ഷൻ. സൗണ്ട് എനർജി റിഫ്ലക്ഷൻസ് എന്തെങ്കിലും കുറയും, കാരണം എല്ലാം അബ്സോർബായി പോയിട്ടല്ലേ. സോ ഇത് രണ്ടും കറക്റ്റാണ്. എ ആൻഡ് ആർ ആർ ട്രൂ. R is the correct explanation of A. So option A right answer. Okay. So this is all the theory part and MCQs that we had to discuss for reverberation and reverberation time.